കുമളി അട്ടപ്പള്ളത്ത് രാത്രിയിൽ ടിപ്പർ ലോറികളിൽ അനധികൃത മണ്ണെടുപ്പെന്ന ആരോപണം. ടിപ്പറുകളുടെ മരണപ്പാച്ചിൽ ചോദ്യം ചെയ്ത് നാട്ടുകാരും രംഗത്തെത്തി. ടിപ്പർ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ അച്ഛനും 13-കാരനായ മകനും മതിലിനിടയിൽ കുടുങ്ങി പരിക്കുപറ്റി. ബുധനാഴ്ച രാത്രി മുരിക്കടി അട്ടപ്പള്ളം റോഡിൽ എലിഫന്റ് ജംഗ്ഷനിലാണ് സംഭവം. രാത്രികാലങ്ങളിൽ ടിപ്പറുകളുടെ പരക്കംപാച്ചിൽ മൂലം റോഡിലെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും പൊടിപടലങ്ങൾ ഉയർത്തുകയും ചെയ്തത് നാട്ടുകാരിൽ ചിലർ ചോദ്യം ചെയ്തു. രാത്രി 10-ന് ശേഷം മണ്ണുമായി പോയ ടിപ്പർ ലോറി തടയുകയും ചെയ്തു. തുടർന്ന് ലോറിയിലെ ഡ്രൈവറും ക്ലീനറും ഇവർ വിളിച്ചു വരുത്തിയ ചിലരും നാട്ടുകാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. തടഞ്ഞിട്ട ലോറി വേഗത്തിൽ മുന്നോട്ടെടുത്തപ്പോഴാണ് വാഹനത്തിന് മുന്നിൽ നിന്നിരുന്ന അട്ടപ്പള്ളം രാജേഷ് ഭവനിൽ സി രാജേഷിനും 13-കാരനായ മകനും ലോറിക്കും മതിലിനുമിടയിൽ കുടുങ്ങി പരിക്കേറ്റത്. ഇവരെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന ക്ലീനറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മേഖലയിൽ രാത്രികാലങ്ങളിൽ സ്ഥിരം ടിപ്പർ ലോറികളിൽ മണ്ണിനടിക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസിയും സംഭവത്തിൽ ദൃക്സാക്ഷിയുമായ സതീഷ് പുല്ലാട്ട് പറയുന്നു. നാട്ടുകാർ ആ വാഹനം തടയുകയും അവരോട് മണ്ണെടുക്കാൻ പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് ഇവർ ഡ്രൈവർ പെട്ടെന്ന് വളരെ രോഷാടനായി ടിപ്പർ എടുക്കുന്ന സമയത്ത് നാട്ടുകാരിൽ 2 പേര് രാജേഷിൻ്റെ കൂട്ടി ലോകേഷും ടിപ്പറിനും മതിലിനും ഇടയിൽപ്പെട്ട് ഞെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാജേഷിന് പുറത്തും മുഖത്തുമാണ് പരിക്കേറ്റിരിക്കുന്നത്. 13-കാരനായ മകന് കണ്ണിലും പുറത്തും പരിക്കുണ്ട്. മകനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം ESI ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, കുമളി.